എല്ലാവർക്കും ശരസ്നോണ്ടെങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തിരിക്കുന്നു. ടിക്ടോക്ക് മാത്രമല്ല, ടിക്ടോക്കിൻ്റെ കൂടെ 59 ആപ്ലിക്കേഷനുകളാണ് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 59 ആപ്ലിക്കേഷനുകളും ചൈനീസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ബോയ്ക്കോട്ട് ചൈന എന്ന് പറഞ്ഞ് പ്രോഡക്റ്റുകളെല്ലാം ബോയ്ക്കോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ആപ്ലിക്കേഷനുകളും നമ്മൾ ഇന്ത്യൻ ആപ്ലിക്കേഷൻസ് എല്ലാം ഉപയോഗിച്ച് തുടങ്ങുമായിരുന്നു. എന്നാൽ ഇതാ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് ഇനി മുതൽ ഇന്ത്യയിൽ നമ്മുടെ ചൈനയുടെ ഒരു ആപ്ലിക്കേഷൻ പോലും വേണ്ട. അതുകൊണ്ട് തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള നമ്മുടെ ടിക്ടോക്ക് വരെ ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായി നമ്മുടെ റേറ്റിംഗ് ടിക്ടോക്കിൻ്റെ കുറഞ്ഞപ്പോൾ അപ്പോൾ ബാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ ടിക്ടോക്ക് അവസാനമായി ഇന്ത്യയിൽ ബാൻ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാനിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ലഡാക്കിൽ കുറച്ച് ഏറ്റുമുട്ടലുണ്ടായി നമ്മുടെ ചൈനയായിട്ട്, ഇന്ത്യൻ സോൾജേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഏറ്റുമുട്ടലിൽ നമ്മുടെ ഇന്ത്യയിലെ 20 സോൾജേഴ്സിൻ്റെ ലൈഫാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെയധികം റേജിലായിരുന്നു ചൈനയായിട്ട്. അപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ളൊരു എക്കണോമിക് ക്ലാഷ് വളരെയധികം ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ ₹1 പോലും ചൈനയിലേക്ക് ഇനി പോകരുത്, ഇന്ത്യയിൽ നിന്നും ₹1 പോലും നമ്മൾ ചൈനയിൽ കൊടുക്കരുത് എന്നുള്ള തീരുമാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് ഇന്ത്യയിൽ നിന്നും ചൈനീസ് ആപ്പുകളെല്ലാം ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. അതായത് ചില ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ടിക്ടോക്ക്, പിന്നെ ഷെയറിറ്റ്, എക്സെൻഡർ, WeChat, പിന്നെ ഹാഗോ, കൂടാതെ നമ്മുടെ ക്യാം സ്കാനർ, വിവ വീഡിയോ, എന്തിന് നമ്മുടെ ഈ ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ക്ലബ് ഫാക്ടറിയുടെ ആപ്ലിക്കേഷൻ പോലും നമ്മുടെ ഇന്ത്യയിൽ നിന്നും ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ബാൻ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇന്ത്യ ചൈന ഒരു പ്രശ്നമുണ്ടായപ്പോൾ ചൈനക്കാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാരണക്കാരാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ആപ്ലിക്കേഷനുകളിലെല്ലാം സ്പൈവെയറുകളുണ്ട്. കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൻ്റെ പോളിസീസ് എല്ലാം വയലേറ്റ് ചെയ്യുന്നു. ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം ഇവർ സ്പൈ ചെയ്യുന്നു. ഇത് ചൈനക്കാർക്ക് നമ്മുടെ ഈ ഡാറ്റ എല്ലാം ചോർത്തി കൊടുക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം എടുത്തു കളയാൻ കാരണം. കൂടാതെ ഈ ആപ്ലിക്കേഷനിൽ മിക്കതിലും സ്പൈവെയറും മാൽവെയറുകളും ഉണ്ട്. കൂടാതെ നിങ്ങളുടെ ഫോൺ വരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ ആപ്ലിക്കേഷനുകളെല്ലാം ഉണ്ട് എന്നാണ് ഇവർ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചൈനയിലേക്ക് ചോർന്നു പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. അങ്ങനെ ചോർന്ന് പോയിട്ടും ഉണ്ട് എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ടും ഈ ആപ്ലിക്കേഷനുകളിലെല്ലാം ഇന്ത്യയിൽ നിന്നും ബാൻ ചെയ്തിരിക്കുന്നത്. ജൂൺ 15 ധീരമൃത്യു വഹിച്ച നമ്മുടെ 20 സോൾജിയേഴ്സിന് എന്തായാലും നല്ലൊരു ട്രിബ്യൂട്ടായിട്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ഒരു മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ ബോയ്ക്കോട്ട് ചൈന ഇന്ത്യയിൽ ശക്തമായി നടക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമ്മൾ ഈ 59 ആപ്ലിക്കേഷൻ ബാൻ ചെയ്യുന്നത് വഴി ഈ ഒരു ഈ ചൈനയ്ക്കെതിരെയുള്ള ഒരു പോരിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.